ചേട്ടനും കിത്തും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ ജോലിയൊന്നും ഇല്ല കേട്ടോ. ഒന്നെങ്കിൽ എൻ്റെ വർക്കുകളായിട്ട് ഞാൻ ഓരോന്നോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും. ശ്രീത്തേട്ടൻ രാവിലെ ജോലിക്ക്, ഇനി അടുത്ത് കിത്തുവിനെ നഴ്സറിയിൽ പറഞ്ഞു വിടുന്ന ജോലിയാണ്. ഈ ഒരു സമയം വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കിത്തുവിനെ കുളിക്കാൻ വിളിക്കുന്നത്, അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാൻ വിളിക്കുന്നതിനും ഒരുക്കാൻ വിളിക്കുന്നതിനൊക്കെ ഞാൻ ഇവിടെ കിടന്ന് കീറിക്കിടന്ന് വിളിക്കണം. എടാ കിത്തു ഇങ്ങ് വാടാന്ന് വിളിച്ചാൽ മാത്രമേ അവൻ വരുള്ളൂ. അങ്ങനെ അവനെ റെഡിയാക്കി നഴ്സറിയിൽ പോവാൻ കേട്ടോ. അപ്പോൾ കിത്തുവിനെ കാത്ത് കിത്തുവിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ നഴ്സറിയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു. അപ്പോഴാണ് കേട്ടോ അവിടെ ലിറ്റിൽ ഹാർട്ട് ഇരിക്കുന്നത്. ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് കുറേ നാൾ അങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നായിരുന്നു. പണ്ടാണെങ്കിൽ ഈ ഒരു കവറിൽ പകുതി വരെയൊക്കെ ഈ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വളരെ കുറച്ചാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ആകപ്പാടെ 3-4 ബിസ്ക്കറ്റ് എന്തോന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു 10-11 മണിക്കൊക്കെ ഇതുപോലത്തെ പഴയ സിനിമകളൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സിനിമകളും കണ്ട് എനിക്കൊന്നെങ്കിൽ പഴിഞ്ഞു പിടിക്കണം, അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ലിറ്റിൽ ഹാർട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു കേക്കൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ പഴയ സിനിമകളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാൻ ഒന്ന് മാങ്ങാക്കറി വെക്കാൻ വേണ്ടി പോവേണ്. എണ്ണയിൽ വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് കടുവറുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഇത് ചിലപ്പോൾ ഇന്ന് തന്നെ തീരും കേട്ടോ. ഒരു 5-6 മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കുറച്ച് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കേട്ടോ ഞാൻ കറി വയ്ക്കാൻ വേണ്ടി എടുത്തത്. അതിനുശേഷം ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി പാൽപ്പാട സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് കാച്ചിയതിൽ നിന്ന് അതിൻ്റെ പാൽപ്പാട എടുത്ത് മാറ്റി വെക്കണം. ഇനി മീനും കൂടെ പൊരിച്ചാൽ പിന്നെ എനിക്ക് റെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.